എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് 4 മണിക്ക് ചെയ്യുന്നത് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുകയാണ്. അതിന് ഞാൻ കൊഴുക്കട്ട എന്ന് പറയുന്ന, അല്ലെങ്കിൽ അരിയുണ്ട എന്നൊക്കെ പറയുമല്ലോ, ശർക്കരയും തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് അതാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നപ്പോഴേക്കും അതിലേക്ക് 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തായിരുന്നു. പിന്നെ ആ അളന്ന ഗ്ലാസ്സിന് അതേ ഗ്ലാസ് ഒരു ഗ്ലാസ് അരിപ്പൊടിയും കൂടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്കിട്ടു. അത് കഴിഞ്ഞ് ഞാൻ അതൊന്ന് തിളച്ച് അത് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 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 മിനിറ്റൊക്കെ ഇരുന്ന് കാണും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനതെടുത്ത്, നല്ല ചൂടായിരുന്നു, അപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ ഒരു ഗ്ലാസ് കൊണ്ട് അതൊന്ന് തട്ടിക്കൊടുത്തു. പിന്നെ സഹിക്കാവുന്ന ചൂടൊക്കെ ആയപ്പോഴേക്കും ഞാൻ അത് കൈകൊണ്ട് കുഴച്ചു. എല്ലാവരും അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ 4 മണി പലഹാരം വീട്ടിലുണ്ടാക്കുന്ന പഴയ ശീലമാണ്. ഇപ്പോൾ എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിയൊക്കെയാണ് കഴിക്കുന്നത്. എന്നാലും അവനവൻ്റെ വീട്ടിലുണ്ടാക്കുന്നത് ഒരു പ്രത്യേകതയാണ്. നമുക്കുണ്ടാക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, ആരോഗ്യകരമായ ആഹാരം കഴിച്ചെന്നുള്ള ഒരു സന്തുഷ്ടിയും സന്തോഷവും കാണും, സംതൃപ്തിയും കാണും. അപ്പം ഞാനിത് കുഴച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അന്നേരം കുറച്ച് ചൂടുവെള്ളം ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു, അതും കൂടെ ഒഴിച്ചിട്ടാണ് കുഴച്ചത്. വെല്ലം എന്ന് പറയുന്ന ശർക്കരയില്ല, അതാണ് ഞാൻ പിന്നെ അതിൽ തേങ്ങ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ കല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരുന്നു. കുറച്ചങ്ങോട്ട് ഉരുകി വന്നപ്പോഴത്തേനും, തിളച്ച് വന്നപ്പോഴത്തേനും ഞാനത് ഒരു നോൺ സ്റ്റിക്കിലേക്ക് മാറ്റി. കുറച്ച് കല്ല് അതിൻ്റെ ശർക്കരപ്പാനി ഒരുവിധം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൽ തേങ്ങയിട്ട് ഇളക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് ഒരുവിധം കൂടെ ഒന്ന് എന്താ പറയുക, ഒന്ന് പരുവായി വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് പച്ചത്തേങ്ങയും കൂടെ ഇട്ട് ഇളക്കി. കുറച്ച് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്തായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ചായയും കൂടെ ഉണ്ടാക്കാൻ വെച്ചു. പിന്നെ കൊഴുക്കട്ടയൊക്കെ ആയി വരുമ്പോഴത്തേനും കുടിക്കാമല്ലോ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചാൽ. അങ്ങനെ ഞാൻ അത് പിന്നെ പരത്താനൊക്കെ തുടങ്ങി. പരത്തുമ്പം ചിലതൊക്കെ അങ്ങോട്ട് പൊട്ടിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഷേപ്പൊന്ന് മാറ്റിയിട്ട് എന്താ പറയുക, പൂവട പോലെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. ചിലതൊക്കെ നല്ല ഉരുണ്ടി കിട്ടി. അങ്ങനെ ഞാനത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ മൂട തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പൊട്ടി അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ശർക്കരപ്പാനിയൊന്നും പുറത്തേക്ക് വന്നില്ല. അപ്പം പിന്നെ അത് കഴിക്കാനായിട്ട് ഞങ്ങൾ ആരംഭിച്ചു. വളരെ എന്താ പറയുക, വളരെ സോഫ്റ്റായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ, വളരെ ടേസ്റ്റി ആയിരുന്നു.